ലോകത്ത് ഓരോ സെക്കൻഡും ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ രാജ്യത്തിനാണ് രണ്ടാം സ്ഥാനമെന്നതും നാം എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ലോകത്ത് നമ്മെ ശരിക്കും വിസ്മയിപ്പിക്കുന്ന വിധം ജനസംഖ്യ കുറവായുള്ള രാജ്യങ്ങളുമുണ്ട്. അത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ചില രാജ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. ടുവാലു. ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ 7 ദ്വീപുകൾ ഒരുമിച്ചതാണ് ഈ രാജ്യം. എലിസ് ഐലൻഡ്സ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഈ രാജ്യത്തിന് 1976 ബ്രിട്ടീഷ് കൊളോണിയൻ ആധിപത്യത്തിൽ നിന്നും മോചനം ലഭിച്ചതിനു ശേഷമാണ് ടുവാലു എന്ന പേരുമാറ്റം ചെയ്തത്. ഈ ദ്വീപുകൾ ഏകദേശം 5 ലക്ഷം സ്ക്വയർ മൈലുകൾ വരെ പരന്നു കിടക്കുന്നുണ്ടെങ്കിലും 90% സമുദ്രമാണ്. അതുമാത്രമല്ല, കടൽനിരപ്പ് ഉയരുന്നതുകൊണ്ട് ദ്വീപുകളുടെ വലിപ്പവും കുറഞ്ഞു വരികയാണ്. അതായത് 2012 ഈ രാജ്യത്ത് ഏകദേശം 13,000 ജനങ്ങൾ വരെ ജീവിച്ചിരുന്നു. എന്നാൽ 2017 അത് 11,000 കുറഞ്ഞു. അതുകൊണ്ട് തന്നെ 2100 ഈ രാജ്യം മുഴുവനായി കടലിൽ മുങ്ങിപ്പോകുമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. നൗറു. പ്ലസന്റ് ഐലൻഡ് എന്ന് വിളിച്ചിരുന്ന ഈ നൗറു എന്ന രാജ്യത്തിന് 1968 സ്വാതന്ത്ര്യം ലഭിച്ചത്. വെറും 8 സ്ക്വയർ മൈലുകൾ മാത്രം വലിപ്പമുള്ള ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. ഈ രാജ്യത്ത് ഫോസ്ഫേറ്റ് പാറകൾ അധികമായി കാണപ്പെടുന്നു എന്നതാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഈ ഫോസ്ഫേറ്റ് പാറകൾ തന്നെയാണ് കാരണം. 2018 കണക്കെടുപ്പിൽ ഈ രാജ്യത്തിന്റെ ജനസംഖ്യ ഏകദേശം 11,000. മൊനാക്കോ. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് ഈ മൊനാക്കോ. എങ്കിലും നിരവധി പ്രത്യേകതകളുമുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യം ഗ്രാൻഡ് പ്രിക്സ് എന്ന കാർ പന്തയത്തിന് വളരെയധികം പ്രശസ്തമാണ്. ഫോർമുല 1 കാർ പന്തയത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഈ രാജ്യം ഒരു സ്വർഗം തന്നെയാണ്. വെറും 1 സ്ക്വയർ മൈൽ മാത്രം വലിപ്പമുള്ള ഈ രാജ്യത്ത് 2016 കണക്കെടുപ്പിൽ ഏകദേശം 39,000 ജനങ്ങൾ വരെ ജീവിച്ചിരുന്നു. ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗവും പന്തയം നടക്കുന്ന പാതയായാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ രാജ്യത്ത് സ്ഥിതി ചെയ്തിരിക്കുന്ന മോണ്ടെ കാർലോ എന്ന കാസിനോവയും വളരെയധികം പ്രശസ്തമാണ്. ഈ രാജ്യത്ത് നികുതി അടയ്ക്കൽ നിയമമില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. വാറ്റിക്കൻ സിറ്റി. വത്തിക്കാൻ രാജ്യമാണ് എല്ലാവരും അറിയുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. ഇത് കാത്തലിക് ക്രൈസ്തവ മത വിശ്വാസികളുടെ തലസ്ഥാനമായി സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ചെറിയ രാജ്യം ലോക പ്രശസ്തമാകുവാൻ കാരണം. വെറും 0.17 സ്ക്വയർ മൈലുകൾ മാത്രം വലിപ്പമുള്ള ഈ രാജ്യത്ത് 2017 കണക്കെടുപ്പിൽ ഏകദേശം 1000 ജനങ്ങൾ വരെ ജീവിച്ചിരുന്നു. ഇറ്റലി, റോം തുടങ്ങിയ രാജ്യങ്ങളുടെ അധീനതയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ രാജ്യത്ത് മെയിൽ സേവനം, പാസ്പോർട്ട് കേന്ദ്രം, സ്വന്തമായി കറൻസി എന്നിങ്ങനെ ഒരു വലിയ രാജ്യത്തുള്ള എല്ലാം തന്നെ ഈ രാജ്യത്തുമുണ്ട്. സീലാൻഡ്. നാം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ചെറിയ രാജ്യം ഈ സീലാൻഡാണ്. കാരണം ഈ രാജ്യത്തിന്റെ വലിപ്പം 0.0015 സ്ക്വയർ മൈലുകളാണ്. അതുമാത്രമല്ല, ഈ രാജ്യത്തെ ഇന്ന് വരെ സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യമായി അംഗീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത് ബ്രിട്ടൻ നാവികസേന ജർമ്മനിയെ നിരീക്ഷിക്കുവാൻ വേണ്ടി കൃത്രിമമായി നിർമ്മിച്ച ഒരു കോട്ടയാണ്. 1967 പേടി റോയ്ബാറ്റ്സ് എന്ന വ്യക്തി ഈ കോട്ടയെ ആക്രമിച്ച് കൈവശപ്പെടുത്തിയിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കോട്ടയെ ഒരു രാജ്യമായി അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ഈ ചെറിയ രാജ്യത്തിന് സ്വന്തമായി ദേശീയ ഗാനം, ദേശീയ പതാക തുടങ്ങിയവയുമുണ്ട്. ബ്രിട്ടന്റെ നിയമ നടപടികൾക്ക് എതിരായാൽ പോലും കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഒരു ദ്വീപായതുകൊണ്ട് ഈ രാജ്യത്തിന് ഇപ്പോഴും രാജ്യമെന്ന അംഗീകാരം ലഭിച്ചിട്ടില്ല. ഈ രാജ്യം പലതവണ വിപ്ലവകാരികളാൽ ആക്രമിക്കപ്പെടുവാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ നിരവധി ആക്രമണങ്ങൾക്ക് ശേഷവും ഈ രാജ്യം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. ഈ ന്യൂസ് നിങ്ങളേവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.